ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാസത്തിൽ എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസമാണ് എടുക്കുക കേട്ടോ. ആദ്യത്തെ ദിവസം വെച്ചാൽ ചിലപ്പോൾ 1-ാം തീയതി, ചിലപ്പോൾ 2-ാം തീയതി അങ്ങനെയൊക്കെ പോയിട്ടാട്ടോ മേടിക്കുക. അപ്പോൾ എന്തൊക്കെ മേടിച്ചു, അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ മേടിക്കണത്, അപ്പോൾ നമുക്ക് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്താ പിന്നെ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് വന്ന് നിൽക്കുക കേട്ടോ. ഇന്നലെ പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് എന്തൊക്കെയാണ് മേടിച്ചത്, അതെങ്ങനെയാണ് മേടിക്കുക, ഒരു ചുരുങ്ങിയ ചിലവിൽ എങ്ങനെയാണ് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക എന്ന് കാണിക്കുന്നൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളിത് സൺഫ്ലവർ ഓയിൽ 1 കിലോ സൺഫ്ലവർ ഓയിൽ കേട്ടോ. അത് ഈ പ്രാവശ്യം ഞങ്ങളൊന്നാം നീതിന്നാട്ടോ മേടിക്കാറ്. നമ്മുടെ നീതി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാറ്. അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറവിന് കിട്ടും. മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഭയങ്കര വിലയാണ്. ഞങ്ങളുടെ ഒരു ബഡ്ജറ്റിന് പറ്റിയ ഇത് മേടിക്കാൻ പറ്റും. ഒരു 1500-നുള്ളിൽ മേടിക്കാൻ പറ്റും. അപ്പൊ സൺഫ്ലവർ ഓയിലായിട്ട് വീഡിയോ ഹായ് പറഞ്ഞു. അപ്പൊ സൺഫ്ലവർ ഓയില് മേടിച്ചു. അത് 1 കിലോ, വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അത് 1 കിലോ 2 പാക്കറ്റായിട്ട് എടുത്തു. പിന്നെ പഞ്ചസാര ഒരു 2 കിലോ എടുക്കാറുണ്ട് കേട്ടോ. 2 കിലോ ആണ് അത്. ബാലൻസ് വരാറുണ്ട് ഞങ്ങൾക്ക്. എന്നാലും എടുക്കുമ്പോൾ 2 കിലോ ആണ് എടുക്കാറ് പഞ്ചസാര. പിന്നെ തേയില ഇത് എന്തോ കണ്ണുന്നേവൻ, 100 തോന്നണം കേട്ടോ. 100 ഗ്രാമിൻ്റെ തേയില ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടേക്ക്. പിന്നെ സ്പെഷ്യലായിട്ട് മേടിച്ചതെന്ന് വെച്ചാൽ വല്ല കാലത്തും ഞങ്ങൾ ഈ ജീരകശാല റൈസ് മേടിക്കും. എല്ലാ മാസവും മേടിക്കില്ല. ഇപ്പോൾ ഈ മാസം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഈ മാസം വരണത്. ഇച്ചായൻ്റെ ബർത്ത്ഡേ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഈ മാസം വരുന്നത്. അപ്പം ഞങ്ങൾക്കൊരു ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ആഗ്രഹമുള്ളായിരുന്നു. അത് എക്സ്ട്രാ മേടിച്ചതാട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും മേടിക്കാറില്ല. പിന്നെന്താ പറയുക, പിന്നെ ഇത് ഇന്ന് ഈ പ്രാവശ്യം പോയപ്പോൾ ജ്യൂസ് മോൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഒരെണ്ണം മേടിച്ചത്. അങ്ങനെ മേടിക്കാറില്ല. ഇവര് പൊതുവെ ഇഷ്ടമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് മേടിച്ചു എന്നുള്ളൂ. പിന്നെ പേസ്റ്റ് അത് 2 മാസം കൂടുമ്പോഴൊക്കെ മേടിക്കാറുള്ളൂ. ക്ലോസപ്പ്. പിന്നെ റവ 1 കിലോ എല്ലാ മാസം നമ്മൾ മേടിക്കാറുള്ള കേട്ടോ റവ. എന്താ പിന്നെ ചുവന്നുള്ളി 1 കിലോ. ഇത് നമുക്ക് ഒരു മാസത്തേക്ക് തികയണമെന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ മേടിക്കേണ്ടി വരാറുണ്ട്. 1/2 കിലോ കൂടിയൊക്കെ മേടിക്കേണ്ടി വരും. ചിലപ്പോൾ ഇതിങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകും. പിന്നെ 250 വെളുത്തുള്ളി. പിന്നെ ഇത് മൈദ കേട്ടോ. മൈദയും എല്ലാ മാസവും മേടിക്കേണ്ടി വരാറില്ല. അതായത് വല്ല പഴംപൊരിയോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും മാത്രം മേടിക്കുന്നു കേട്ടോ. അല്ലാണ്ട് അങ്ങനെ എപ്പോഴും നമ്മളിത് മേടിക്കാറില്ല. പിന്നെ കടുക് ഇത് 100 ഗ്രാം കടുക്. ശർക്കര പിന്നെ ഞങ്ങൾക്ക് ചിലവുള്ള കാരണം 1 കിലോ ശർക്കര മേടിക്കും കേട്ടോ. ഈ 1 കിലോ ശർക്കര ഞങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് കൂടി ഉണ്ടാവും. അപ്പോൾ അടുത്ത മാസം മേടിക്കേണ്ടി വരില്ല, 2 മാസത്തേക്കൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ തീരാറായി, കുറച്ചുള്ളൂ, ഒരു 2 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ മേടിച്ചത് ശർക്കര. പിന്നെ ഞങ്ങളുടെ ദേശീയ ഭക്ഷണമായ മുതിര ഇല്ലാത്തൊരു കളിയില്ല ഞങ്ങൾ. ഇവിടെ ചായയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് മുതിരക്കറി. അപ്പം മുതിര 2 കിലോ മേടിക്കും. അത് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും 2 കിലോ മേടിക്കും. എന്ന് വെച്ചാൽ ആള് പച്ചക്കറി അങ്ങനെ കഴിക്കില്ല. മുതിര, ചെറുപയർ, പിന്നെ വൻപയർ, പരിപ്പ്, പിന്നെ മീൻ, ഇറച്ചി, അങ്ങനത്തെ ഒക്കെ വിഭവങ്ങളൊക്കെ കഴിക്കുള്ളൂ. വേറെ ഒന്നും കഴിക്കില്ലാത്ത കാരണം മുതിര 1 കിലോ. മുതിരക്കൊക്കെ ഇപ്പോൾ വില കുറഞ്ഞിട്ടോ. ആദ്യമൊക്കെ ഭയങ്കര വിലയായിരുന്നു. ഇപ്പോൾ 55 രൂപ, 1 കിലോയ്ക്ക് 55 രൂപയുള്ളൂ കേട്ടോ. അതുകൊണ്ട് സമാധാനം. പിന്നെ ചെറുപയർ 1.5 കിലോ കേട്ടോ.
1.5 കിലോ ചെറുപയർ മേടിക്കും. എന്ന് വെച്ചാൽ ഇച്ചായൻ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കണ കാരണം ആൾക്ക് ഇത് തന്നെ മിക്കതും കറി നമ്മളാക്കും. അപ്പോൾ അത് നമ്മൾ 1.5 കിലോ മേടിച്ചു. പിന്നെ കടല 1/2 കിലോ കുറച്ചെനിക്ക് ഉണ്ട്. ഞാനിതായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ജ്യൂസ് മോന് കറികളൊക്കെ കൊണ്ടുപോകുമ്പോൾ കടലയൊക്കെയാണ് കൂടുതലും. കടല, ഗ്രീൻ പീസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൊടുക്കും. പിന്നെ അടുത്തത് അതുപോലെ 1/2 കിലോ ഗ്രീൻ പീസ് അത് മേടിച്ചു. പിന്നെ മുളക് പൊടി 250 തോന്നുന്നു. 250 മുളക് പൊടി. ഇത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അവർ പൊടിപ്പിച്ചുകൊണ്ടിരിക്കണതാണ്, അല്ലാണ്ട് നമ്മുടെ ഈ പാക്കറ്റ്. അതാണ് ഞാൻ ഇങ്ങനത്തെ പ്ലെയിൻ കവറിലുള്ളത് മേടിക്കുന്നത്. ഇത് അവർ പൊടിപ്പിച്ചുകൊണ്ട് വെക്കണ കാരണം നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. നല്ല സാധനം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി എൻ്റെ അടുത്ത് ഉണ്ട്, അത് കാരണം ഞാൻ ചെറിയൊരു പാക്കറ്റ് മേടിച്ചോളൂ കേട്ടോ മല്ലിപ്പൊടി. പിന്നെ ബിരിയാണി ഉണ്ടാക്കേണ്ടി വരികയാണ്, നെയ്യ് ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ നെയ്യ് ഒരെണ്ണം മേടിച്ചത്, ചെറിയൊരു നെയ്യാണ്ട 50 ml ഒരു ചെറിയ നെയ്യ് അത് മേടിച്ചു. പിന്നെ പരിപ്പ് എനിക്ക് ഇരിക്കുന്നുണ്ട്, അത് കാരണം 250 ഗ്രാമിൻ്റെ ഒരു ചെറുതാട്ടം എടുത്തത്. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, തക്കോലം ഇതിങ്ങനെ ഞാൻ പാക്കറ്റ് മേടിച്ചിട്ട് പൊടിപ്പിച്ച് വെക്കാറ് പതിവ്. ഇങ്ങനത്തെ ഏലക്കായും മേടിച്ചിട്ട് പൊടിപ്പിച്ച് വെക്കാറ് പതിവ്. ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി ഒരു 1500 രൂപയ്ക്ക് ഉള്ളിലാട്ടോ ഞങ്ങൾക്ക് വന്നിട്ടുള്ള സാധനങ്ങൾ ഒക്കെ മേടിച്ചതിന്. ഇങ്ങനെയാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാറ്. കാണിച്ചു തരാട്ടോ. പുറത്തിലിട്ട് വെച്ചു ഇത്ര സാധനങ്ങളാണ് മേടിക്കുന്നത്. അതായത് നമ്മൾ ഈ ചെറിയ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള നമുക്ക് പറ്റിയൊരു എമൗണ്ടിന് ഇപ്പൊ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഭയങ്കര റേറ്റ് നമുക്ക് സാധനങ്ങൾ മേടിച്ചത്. ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ഒരു മാസത്തേക്ക് ഞങ്ങൾക്ക് ഇത് കറക്റ്റാണ് കേട്ടോ. ഈ പരിപ്പ് സാധനങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് വരാറ്. അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു മാസത്തേക്ക് നിൽക്കും. പിന്നെ എക്സ്ട്രാ വരണത് അരിയും മറ്റ് സാധനങ്ങളൊക്കെയാണ്. അതിപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടും. പിന്നെ കൂടാണ്ട് നമ്മൾ കുറച്ചരി കിടാ, അത് മാത്രമായിട്ട് തികയില്ല, കുറച്ചുകൂടി മേടിച്ച് വെക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. ഇന്നലെ വൈകുന്നേരം പോയി മേടിച്ചത് ഇതൊക്കെ. പിന്നെ സമയം കിട്ടിയില്ല, നേരം വൈകി മേടിച്ച് വന്നപ്പോഴൊക്കെ. പിന്നെ ഒതുക്കി വെക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും ഒതുക്കി വെക്കുമ്പോൾ വീഡിയോ എടുക്കാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെന്താ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മേടിക്കാറ്. പിന്നെന്താ വിശേഷം ജുസ്മോനെ? ജുസ്മോൻ നല്ല വിശേഷം. ജുസ്മോൻ ഇങ്ങനെ മേടിക്കാൻ പോകണം ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ മേടിക്കല്ലോ അല്ലേ? ജയ്ഡു ബിസ്ക്കറ്റ് മേടിച്ചെന്നല്ലേ? എന്തിട്ട് മേടിച്ചേ? ഇതെന്തിട്ട് ബിസ്ക്കറ്റാണ് ഈ മുഖത്തിരിക്കണേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇത് നമ്മൾ ഇട്ട് ഒതുക്കി വെക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് പിന്നീട് കാണിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.